ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടുകൂടി ആയിരിക്കുന്നല്ലോ. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങളാണ്, സമൃദ്ധിയുടെ സന്ദേശമാണ്, വർധനവിൻ്റെ സന്ദേശമാണ്. സുവിശേഷം നീ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, സുവിശേഷം നീ കേൾക്കുന്നുണ്ടെങ്കിൽ, വചനം നീ ധ്യാനിച്ച് പഠിച്ച് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സകല അനുഗ്രഹങ്ങളും ദൈവം നിനക്കും എനിക്കും ദാനമായി തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ അതൊരു പ്രധാനമായ ഒരു കാരണമാണ് നാവിൻ്റെ അധികാരത്തിലാണ് എന്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധിയും വർധനവും ഇരിക്കുന്നത്. നാവിലൂടെ നാം എന്താണോ പറയുന്നത് അത് സംഭവിക്കും. അനേകം പേർ വിശ്വാസികളാണ്, പക്ഷേ അവർ ആ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവിശ്വാസികളുമാകുന്നു. എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറയേണ്ട വിശ്വാസികൾ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയും. സ്തോത്രം. സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരു കാര്യം അഭിഷിക്തം പറഞ്ഞാൽ ഉടനെ തർക്കുത്തരം പറയും, അല്ലെങ്കിൽ തർക്കിക്കും, അല്ലെങ്കിൽ അത് നടക്കത്തില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല, പണമാണ് പ്രധാനം എന്നൊക്കെ പറയും. പക്ഷെ പണം അവിടെ നിൽക്കട്ടെ, പണം ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ എങ്കിലും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ അതെന്ത് ചെയ്യും? അത് അന്തരീക്ഷം പിടിച്ചെടുക്കും, സ്വർഗം പിടിച്ചെടുക്കും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയുക. വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ വിളിച്ചു പറ. ഞാൻ ഉന്നതനാകും, ഞാൻ ഉയർന്നവനാകും, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും പെട്ടവളുമായി മാറും. എൻ്റെ ദേശത്ത് എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ രാജ്യത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ രാജ്യത്തിൻ്റെ 148 കോടി ജനവും യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കും. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ, ഉരുവിടുമ്പോൾ അത് അന്തരീക്ഷം പിടിച്ചെടുക്കും. സ്വർഗം അതിലൂടെ ചലിപ്പിക്കുവാൻ തുടങ്ങും യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ 39-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ദുഷ്ടന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. എന്നിട്ട് ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവിനെ ഞാൻ ലൂസ് ചെയ്യും. എന്നിട്ട് വിളിച്ചു പറയും, ദൈവമേ എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കണം, എൻ്റെ സഭയെ അനുഗ്രഹിക്കണം, എൻ്റെ ദേശവാസികളെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കണം, അടിയനെ അനുഗ്രഹിക്കണം, അടിയൻ്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ പറയുവാനുള്ള കൃപ നമുക്കുണ്ടാകണം. അതിനായിട്ട് ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങളുടെ നാവുകളെ ദൈവത്തിൻ്റെ അധികാരമുള്ള നാവുകളാക്കി ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഇതാണ്: നാവിൻ്റെ അധികാരത്തെ ഉപയോഗിച്ച് ദൈവ അനുഗ്രഹം പ്രാപിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ. അതിനായിട്ട് നമുക്ക് നേരിട്ട് സദൃശവാക്യം 18-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. 20-ാം വാക്യം ഒന്നുകൂടി പറയുന്നുണ്ട്, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. കണ്ടോ, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. സ്തോത്രം. നീ അനുഗ്രഹത്തിൻ്റെ വാക്കാണ് പറയുന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ ശാപത്തിൻ്റെ വാക്കാണ് പറയുന്നത്, നീ ശപിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടേണ്ട. ചില വിശ്വാസികൾ പറയും, എനിക്ക് ഇങ്ങനെ പോയാൽ മതി, എനിക്കിങ്ങനെ നടന്നു പോയാൽ മതി, ഞാൻ നടന്നേ പോകത്തുള്ളൂ. നിന്റെ ജീവിതകാലം മുഴുവനും നീ നടന്നേ പോകത്തുള്ളൂ. സ്തോത്രം. 18 വർഷത്തിന് മുമ്പ് ഒരു വാഹനം പോലും ഇല്ലാതെ നശിച്ച് നാമാവിശേഷമായി നടന്നവനാണ്. പക്ഷെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് വാഹനം തന്നു. സ്തോത്രം. എനിക്ക് അഭിവൃദ്ധി തന്നു, എനിക്ക് സന്തോഷം തന്നു, എനിക്ക് സമാധാനം തന്നു. ഞാൻ ഇടപെടുന്ന ദൈവദാസന്മാരെല്ലാം എന്നെക്കാളും ഉയരത്തിൽ കാഴ്ചപ്പാടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉയരത്തിലുള്ളതാണ് ചിന്തിക്കുന്നത്. കൊലസ്യ സഭയോട് പൗലോസ് പറഞ്ഞ പോലെ നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ആരായുന്നവൻ ആരോ അവനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ, അവനാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നവൻ. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ആരായുന്നവരായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ ഇതാ പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നു അതിൻ്റെ ഫലം അനുഭവിക്കും. ഈ ദിവസങ്ങൾ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. കുറ്റം പറയാൻ വേണ്ടി നാവിന് ഉപയോഗിക്കരുത്. നെഗറ്റീവ് പറയാൻ വേണ്ടി നാവിന് ഉപയോഗിക്കരുത്. അവിശ്വാസം പറയാൻ നാവിന് ഉപയോഗിക്കരുത്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ട നാവിന് ഉപയോഗിക്കരുത്. മറ്റുള്ളവർ കുറ്റവുമായിട്ട് വീട്ടിലെ വിമനം ഓട്ടിച്ചു വിടണം. സ്തോത്രം. ആരെങ്കിലും ഏതെങ്കിലും ദൈവദാസിമാർ, കുടുംബത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, സഭയുടെ വിശ്വാസികൾ ആരെങ്കിലും കുറ്റം പറയുവാൻ വേണ്ടി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യണം. നേരിട്ട് പറയാനാണ് വീട്ടിൽ വരുന്നെങ്കിൽ കഞ്ഞിവെള്ളം ചൂടോടെടുത്ത് ദേഹത്ത് ഒഴിച്ചു കൊടുക്കണം.
കുറ്റം പറയുന്ന വീട്ടിനകത്ത് വന്ന് നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനകത്തുള്ള അന്തരീക്ഷം അങ്ങ് മാറും. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് നല്ല അനുഗ്രഹിച്ചിട്ടിരിക്കുന്ന വീടായിരിക്കും. ഞാൻ വന്ന് 4 ദേവദാസന്മാരുടെ കുറ്റവും പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരവും കഴിച്ച് കിട്ടുന്ന പൈസയും വാങ്ങി ഞാൻ കൊണ്ടുപോയിടും. പക്ഷേ ആ വീട്ടിനകത്ത് അത് കിടന്ന് ശാപമായി തീരും. അതുകൊണ്ട് കുറ്റം പറയാൻ വരുന്നവരും അങ്ങനെയുള്ളവരെയും പ്രോത്സാഹിപ്പിക്കരുത്. അവരെ ഓട്ടിച്ചു വിടണം. അവരുമായിട്ട് പങ്കാളിത്തം വഹിക്കരുത്. ഞാൻ ഒരു കുറ്റം പറയുന്നവരായിട്ട് ഞാൻ കൂട്ടുകൂടത്തില്ല. അവരുമായിട്ട് ഞാൻ സഹവർത്തം, അവരുമായിട്ട് ചായ പോലും കുടിക്കത്തില്ല. ഇനി എന്നെ സ്വർണ്ണത്തിൽ കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. കാരണം അത് എൻ്റെ നെഗറ്റീവ് എനർജിയെ ബാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ജീവിക്കുന്ന പോസിറ്റീവ് എനർജിയിലാണ്. അതുകൊണ്ട് നാവിന് കടിഞ്ഞാണിട്ട് സൂക്ഷിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു.